നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നവകേരള സദസ്സിനായി മുഖ്യമന്ത്രിയും മന്ത്രിമാരും അടുത്ത ദിവസം എറണാകുളത്തുണ്ടാകും. കാനം രാജേന്ദ്രന്റെ മരണത്തെ തുടർന്ന് മാറ്റിവെച്ച ജില്ലയിലെ 4 മണ്ഡലങ്ങളിലെ നവകേരള സദസ്സാണ് നാളെയും മറ്റന്നാളുമായി നടക്കുക. പുതുതായി ചുമതലയേറ്റ മന്ത്രിമാരും അവസാന 4 മണ്ഡലങ്ങളിൽ എത്തും. 136 മണ്ഡലങ്ങൾ പൂർത്തിയാക്കിയ നവകേരള സദസ്സ് രക്ഷാപ്രവർത്തകരുടെ വഴിനീളെയുള്ള പഞ്ഞിക്കിടൽ, കരിങ്കൊടി, ഷൂയേറ്, മുഖ്യമന്ത്രിയുടെ അംഗരക്ഷകനടക്കം എതിരായ കേസ്. ആഴ്ചകൾ നീണ്ട നവകേരള സദസ്സിന്റെ അലയൊലികൾ അവസാനിക്കും മുമ്പാണ് മന്ത്രിപ്പട കൊച്ചിയിലേക്ക് എത്തുന്നത്. തൃക്കാക്കര, തൃപ്പൂണിത്തുറ, പിറവം, കുന്നത്തുനാട് മണ്ഡലങ്ങളിലെ നവകേരള സദസ്സാണ് പുതുവത്സര ദിനവും തൊട്ടടുത്ത ദിവസവുമായി ക്രമീകരിച്ചിട്ടുള്ളത്. മുഖ്യമന്ത്രിയും സംഘവും കൊച്ചിയിലേക്ക് വരുമ്പോൾ നവകേരള സദസ്സിനൊപ്പം ഉണ്ടായിരുന്ന ആന്റണി രാജുവും അഹമ്മദ് ദേവർകോവിലും ഉണ്ടാവില്ല. ഗണേഷ് കുമാറും കടന്നപ്പള്ളി രാമചന്ദ്രനും മന്ത്രിമാരോടൊപ്പം ഇരുവരും തന്നെ അവസാന 4 മണ്ഡലങ്ങളിലും ഉണ്ടാകും. പഴയതുപോലെ പൗരപ്രമുഖരുമായിട്ടുള്ള കൂടിക്കാഴ്ചയും ഇത്തവണയില്ല. വാർത്താ സമ്മേളനം പരമാവധി ഒഴിവാക്കാൻ നോക്കുന്നുമുണ്ട്. നാളെ വൈകിട്ട് 3-ന് തൃക്കാക്കരയിലും വൈകിട്ട് 5-ന് പിറവത്തുമാണ് ആദ്യ ദിനം. ചൊവ്വാഴ്ച തൃപ്പൂണിത്തുറയിലും കുന്നത്തുനാടും എത്തുന്നതോടെ 140 മണ്ഡലങ്ങളും പൂർത്തിയാക്കും. എറണാകുളത്തെ മറ്റു മണ്ഡലങ്ങളിൽ നവകേരള സദസ്സ് എത്തിയപ്പോൾ കരിങ്കൊടി പ്രതിഷേധങ്ങളും ഏറ്റുമുട്ടലുകളും കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വൻ പോലീസ് സന്നാഹവും ഇവിടെയുമുണ്ട്. ഇത്രയും നാൾ നടന്ന, അതായത് ഏകദേശം 136 മണ്ഡലങ്ങളിൽ പൂർത്തീകരിച്ച നവകേരള സദസ്സിൽ നിന്ന് എന്താണ് ലഭിച്ചത് എന്ന ചോദ്യത്തിന് ഇതുവരെ മുഖ്യമന്ത്രിക്ക് ഉത്തരമില്ല. പക്ഷേ വാതോരാതെ ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ടുള്ള വിജയമാണ് തനിക്ക് ലഭിച്ചത്, അല്ലെങ്കിൽ ഈ ഒരു നവകേരള സദസ്സിലേക്ക് ഒഴുകിയെത്തുന്ന ജനങ്ങളാണ് തന്റെ വിജയമെന്നടക്കമുള്ള കാര്യങ്ങൾ ആവർത്തിക്കുകയാണ്. അപ്പോഴും പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധങ്ങൾ തള്ളിക്കളഞ്ഞുകൊണ്ട്, രൂക്ഷമായി വിമർശിച്ചുകൊണ്ട്, കളിയാക്കിക്കൊണ്ടാണ് മുഖ്യമന്ത്രി അതിനെയെല്ലാം തള്ളിക്കളഞ്ഞതും. എന്തായാലും രക്ഷാപ്രവർത്തകരുടെ വഴിനീളെയുള്ള കരിങ്കൊടി കാണിക്കലും അതിനു നേരെയുള്ള ഷൂയേറും ഒക്കെ തന്നെ വലിയ രീതിയിൽ ചർച്ചകൾക്ക് വഴിവെച്ചു. നാളെ നടക്കുന്ന 2 ദിവസമായി നടക്കുന്ന പുതുവത്സരത്തിൽ നടക്കുന്ന ഈ ഒരു നവകേരള സദസ്സ് എങ്ങനെയൊക്കെ ആയിരിക്കും? അതിൽ ഹൈലൈറ്റ് ഗണേഷ് കുമാർ ഉണ്ട്. മുഖ്യമന്ത്രിയേക്കാൾ കൂടുതൽ ജനപിന്തുണ ഗണേഷ് കുമാർ ലഭിക്കുകയാണെങ്കിൽ അവിടെയും ഒരു ഭിന്നതയുണ്ടാകാനുള്ള സാഹചര്യം ഉണ്ട്. കണ്ടറിയാം നാളത്തെ നവകേരള സദസ്സും ഈ പുതുവത്സര ആഘോഷവും കൊച്ചിക്കാർ എങ്ങനെയൊക്കെ ഏറ്റെടുക്കുമെന്ന്.